ജില്ലയിലെ പട്ടികവർഗ ജനറൽ വിഭാഗത്തിന് പ്രസിഡന്റ് പദം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ചാലിയാർ പഞ്ചായത്തിൽ ആദിവാസി പട്ടികവർഗത്തിന് സംവരണം ചെയ്യപ്പെട്ട ആനപ്പാറ വാർഡിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ നിന്നും വിജയിക്കുന്ന ആളായിരിക്കും ചാലിയാർ പഞ്ചായത്തിനെ അടുത്ത 5 വർഷത്തേക്ക് നയിക്കുക. അതിനാൽ തന്നെ ആനപ്പാറയുടെ തെരഞ്ഞെടുപ്പ് ഫലം ചാലിയാറിന്റെ സ്പന്ദനം കൂടിയാണ്. അത്രയേറെ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 4 വട്ടം തുടർച്ചയായി LDF വിജയക്കൊടി പാറിച്ച ആനപ്പാറയിൽ 5ാം വട്ടത്തെ വിജയത്തിനൊരുങ്ങുകയാണ് CPMന്റെ സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയുമായ മനോഹരൻ. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലാണ് മനോഹരൻ മത്സരിക്കുന്നത്. എന്നാൽ 5ാം തവണ ഉള്ള വിജയമോഹമുള്ള LDFനെ തളയ്ക്കാൻ പാട്ടുപാടി വോട്ടുപിടിക്കാൻ ഒരുങ്ങുകയാണ് UDF സ്ഥാനാർത്ഥിയായ വിജയൻ കാരേരി. ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കും എന്ന് പറയാനാവാത്ത വിധം ആനപ്പാറയിലെ ഓരോ മണൽത്തരികളും ആവേശഭരിതമായി നിൽക്കുകയാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാർഡിൽ നിന്ന് ആണ് എന്നുള്ളത് തന്നെയാണ്. അതിനാൽ തന്നെ ചാലിയാറിലെ ഏറ്റവും നിർണായകമായി ഏറ്റവും ആകാംക്ഷയോടെ കാണുന്ന ആനപ്പാറ വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥാനാർത്ഥികളോട് ചോദിക്കാം അവരുടെ വിജയപ്രതീക്ഷകൾ. ആദ്യമായി നമുക്ക് LDF സ്ഥാനാർത്ഥി മനോഹരനോട് അദ്ദേഹത്തിന്റെ വിജയ സാധ്യതകൾ ചോദിക്കാം. ഞാൻ ചാലിയാർ പഞ്ചായത്തിലെ ആനപ്പാറ 12ാം വാർഡിൽ മത്സരിക്കുന്ന ആളാണ്. എൻ്റെ പേര് മനോഹരനാണ്. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഞാൻ ആദിവാസി മേഖല ട്രൈബിൻ്റെ പ്രൊമോട്ടറായി IDFിൻ്റെ കീഴിൽ പ്രൊമോട്ടറായിട്ട് 20 വർഷത്തോളം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ എല്ലാ വിഷയങ്ങളും എനിക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് എടുത്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദിവാസി മേഖലയിൽ അതുപോലെ ആസ്പത്രി പുനഃസ്ഥാപിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭരണം അന്ന് കിട്ടിയാൽ ആദ്യം ചെയ്യണതും അത് തന്നെ നോക്കാൻ ചെയ്തു തന്ന കാര്യങ്ങൾ ഒന്നുകൂടി പുനഃസ്ഥാപിച്ചുകൊണ്ട് നടത്തില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണം തുടങ്ങി വെച്ച അതേ പ്രവൃത്തി തന്നെ ഈ വർഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് അതന്നെ നമ്മൾ ചെയ്യുന്നത്. നല്ല ശരിയാണ്. ഞാൻ ജയിച്ച് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആദിവാസികൾ വേണ്ട സംഗ്രഹം, അതുപോലെ കൃഷി, അതുപോലെ ടൂറിസ്റ്റ് മേഖല, മറ്റു എല്ലാ ആരോഗ്യ മേഖല, മറ്റു എല്ലാ മേഖലയിലും വേണ്ട സഹായങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിമിതി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇടതുപക്ഷ സർക്കാർ ഏറ്റവും കൂടുതൽ സർക്കാർ വന്ന തന്നെ ഉടൻ തന്നെ അവർക്ക് വേണ്ട പെൻഷൻ ആദ്യം അവരെ വീടുകളെത്തിച്ചു. അതുപോലെ ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ സ്ഥലമില്ലാത്ത കുടുംബത്തിന് സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കും. പ്രചാരണം 3 തവണ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല പ്രതികരണമായിരുന്നു. ആനപ്പാറയിലെ UDF സ്ഥാനാർത്ഥി വിജയൻ കാരേരിയാണ് ഇനി നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയ സാധ്യത അദ്ദേഹം നേരിട്ട് നമ്മളോട് പറയും. ഇപ്പോൾ ഞാൻ 12ാം വാർഡിൽ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഈ വാർഡ് എന്ന് പറഞ്ഞാൽ 20 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നൊരു വാർഡാണ്. അപ്പോൾ അവർക്ക് ഈ വാർഡിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ വാർഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്നെ ഈ വാർഡിലെ ജനങ്ങൾ വിജയിപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റം ഇവിടെ വരുത്താൻ കഴിയുന്ന 100% ഉറപ്പുണ്ട്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പദ്ധതികൾ എനിക്ക് കൊണ്ടുവരാൻ കഴിയും. MP ഫണ്ടിലൂടെയും MLA ഫണ്ടിലൂടെയും ബ്ലോക്ക് ഫണ്ടിലൂടെയും ഒക്കെ ഒരുപാട് വികസനങ്ങൾ നടത്താൻ കഴിയുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അത് ഈ ജനങ്ങൾക്ക് വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ ഞാൻ കാട്ടിക്കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രതികരണം കുഴപ്പമില്ലാത്തൊരു പ്രതികരണമാണ്. എല്ലാവർക്കും ഒരു മാറ്റം വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ് അധികവും. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഞാൻ. വിജയപ്രതീക്ഷ അത് ജനങ്ങളെ കയ്യിലാണ് വോട്ട് കിടക്കുന്നത്. അവരെ ചിന്തിച്ച് ചെയ്താലേ നമുക്ക് വിജയത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. വിജയിക്കുന്ന പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വാർഡിന് ഒരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ 100% വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ UDF LDF സ്ഥാനാർത്ഥികളോട് അവരുടെ വിജയ സ്വപ്നങ്ങൾ ചോദിക്കുമ്പോൾ വിജയനും മനോഹരനും ഒരേപോലെ പറയുന്നത് ആദിവാസി ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്നാണ്. 39 ആദിവാസി കോളനികളുള്ള ചാലിയാർ പഞ്ചായത്തിൽ ആദ്യമായി പട്ടിക വിഭാഗത്തിൽപ്പെട്ട തങ്ങൾ പ്രസിഡന്റ് പദത്തേക്ക് വരുമ്പോൾ തീർച്ചയായും ആദിവാസി ക്ഷേമത്തിന് തന്നെയായിരിക്കും മുൻഗണനയെന്ന്
മനോഹരനും വിജയനും പറയുന്നു. എന്തായാലും ഇവരിൽ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ആദിവാസി ക്ഷേമത്തിന് മുൻഗണനയുള്ള ഒരു പുതിയ ബോർഡ് ഭരണസമിതിയായിരിക്കും ചാലിയാറിൽ ഭരണത്തിൽ വരിക എന്ന കാര്യത്തിൽ സംശയമില്ല.